കഴിഞ്ഞ വർഷം മെയ് മാസം മുതൽ ആരംഭിച്ച മണിപ്പൂരിലെ കലാപത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 200ഓളം പേരാണ്. അതിലധികം വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു. ഇപ്പോൾ അതിൻ്റെ ഒരു രൂപവും ഭാവവും മാറി അതൊരു തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് നീങ്ങുമ്പോൾ നാടകീയ നീക്കങ്ങളാണ് ഇപ്പോൾ മണിപ്പൂരിലടക്കം നടക്കുന്ന. മുഖ്യമന്ത്രി ബീരൻ സിംഗ് ഇന്നലെ അടിയന്തരമായി തന്നെ മന്ത്രിസഭാ യോഗം വിളിച്ചുകൂട്ടിയതിനു ശേഷം ഗവർണറെ കണ്ടിരിക്കുന്നു. ഗവർണർ എൽ ആചാര്യയുമായി അദ്ദേഹം സ്ഥിതിഗതികൾ ചർച്ച ചെയ്തിരിക്കുന്നു. ഇത് രാഷ്ട്രപതി ഭരണത്തിലേക്ക് മണിപ്പൂർ നീങ്ങുമെന്ന് കഴിഞ്ഞ കുറേ നാളുകളായി പരക്കുന്ന അഭ്യൂഹങ്ങൾക്ക് അടിവരയിടുന്ന ഒരു കൂടിക്കാഴ്ചയാണ്. ഒപ്പം തന്നെ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നു. ഡ്രോൺ വേധ തോക്കുകളടക്കമുള്ള സൈന്യത്തെയാണ് വിന്യസിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പുതിയ ഒരു വാർത്ത വന്നിരിക്കുന്നത് ഇംഫാൽ വിമാനത്താവളത്തിന് സമീപം ഡ്രോൺ കണ്ടു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6:35-നും 7:05-നും ഇടയിലാണ് ഡ്രോൺ കണ്ടത് എന്നാണ് സാക്ഷികൾ പറയുന്നത്. പക്ഷേ മണിപ്പൂർ പോലീസ് എക്സിലൂടെ അറിയിച്ചത് ഇത്തരം ഒരു ഡ്രോണിനെ കുറിച്ച് സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും ജനങ്ങൾ ജാഗ്രതയോടെ നിൽക്കണമെന്നും പോലീസിന് അടക്കം അലർട്ടും നൽകിയിട്ടുണ്ട്. മണിപ്പൂർ ഏതാണ്ട് ഒരു വലിയ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷേ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിക്കൊണ്ട് ജമ്മു കാശ്മീർ സമാനമായ ഒരു ഓപ്പറേഷൻ നടന്നാലും അത്ഭുതപ്പെടാനില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.